കുറച്ച് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു മുംബൈയിലെ എന്താണ് അവസ്ഥ, മഴ എന്തായെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മഹാരാഷ്ട്രയിൽ ശക്തമായ മഴ തുടരുകയാണ്. അടുത്ത 3 മണിക്കൂർ അതിതീവ്ര മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. മുംബൈയിലെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായി. മുംബൈയിൽ നിന്നുള്ള 13 ട്രെയിനുകൾ റദ്ദാക്കി. കേരളത്തിൽ നിന്ന് മുംബൈ വഴിയുള്ള ട്രെയിനുകൾ വൈകി ഓടുകയും ചെയ്യുന്നു. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഇന്നലെ മാത്രം 13 പേർ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിഭീകരമായ മഴയാണ്. തീർച്ചയായും മുംബൈയിൽ മാത്രമല്ല, സംസ്ഥാനത്താകെ ഏതാണ്ട് 16 ജില്ലകളിലെങ്കിലും സ്ഥിതി അതീവ രൂക്ഷമാണ് എന്നതാണ് അവസ്ഥ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കുർള വെസ്റ്റിലെ ക്രാന്തി നഗർ എന്ന ഇടത്തേക്കാണ്. ഇന്നലെ നമ്മൾ ക്രാന്തി നഗറിലൂടെ നമ്മൾ സഞ്ചരിച്ചതാണ്. ഇവിടെയൊക്കെ ഏതാണ്ട് അരയ്ക്ക് മുകളിൽ വെള്ളമുണ്ടായിരുന്നതാണ്. ഇപ്പോൾ വെള്ളം താഴ്ന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടെ വെള്ളം ഇറങ്ങി തുടങ്ങി എന്നതാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ ചില വീടുകൾ കാണാം. ഈ വീടുകൾക്കൊക്കെ അകത്തേക്ക് പൂർണ്ണമായി തന്നെ വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയായിരുന്നു. ഈ വീട്ടുകാരനുണ്ട്, ഈ വീട്ടിൻ്റെ ഉടമസ്ഥൻ എന്നോടൊപ്പം ഉണ്ട്. किधर तक पानी आया था कल? अरे यहाँ तक आया था, उधर तक आया? यहाँ तक आया था। अच्छा। तो आप लोग बाहर गए थे ना, तब कब वापस आए आप? 8 बजे 9 बजे रात को आया। वापस आए आप? हर साल ऐसा होता है? हर साल ऐसा होता है, हर साल होता है। कितना पानी आता है हर साल? अभी एक बार नहीं आया, अभी 3-4 बार आएगा। अच्छा। हाँ। അദ്ദേഹം പറയുന്നത് ഇത് ഇവരുടെയൊക്കെ ഒരു അവസ്ഥ എല്ലാ വർഷവും ഇത് തന്നെയാണ് അവരുടെയൊക്കെ അവസ്ഥ. കാരണം ഇതിന് തൊട്ടടുത്താണ് മിഠി നദിയുള്ളത്. നദി കര കവിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആദ്യം വെള്ളം എത്തുന്ന ഇടങ്ങളൊക്കെയാണ് ഇത്. ഇന്നലെയാണ് നദി അതിൻ്റെ അപകടാവസ്ഥ കടന്നത്. അങ്ങനെയാണ് രാവിലെ 6 മണിയോടെ വെള്ളം ഇങ്ങനെ ഉയർന്ന് ഏതാണ്ട് 5 അടിക്ക് മുകളിൽ വെള്ളമെത്തി എന്നതാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെയാണ് ഇവരെയൊക്കെ ഇവിടുന്ന് ബഹുഭൂരിപക്ഷം ഏതാണ്ട് 200-ലധികം പേരെ ഇവിടെ നിന്ന് NDRFിൻ്റെ നേതൃത്വത്തിൽ ഒഴിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ മുംബൈ നഗരം അക്ഷരാർത്ഥത്തിൽ മുങ്ങി എന്ന് തന്നെ പറയാം. ഒരു മിന്നൽ പ്രളയത്തിന് സമാനമായ കാഴ്ചകളായിരുന്നു ഇന്നലെ മുംബൈയിൽ നിന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞത്. കേരളത്തിൽ നിന്ന് പുറപ്പെട്ട പല ട്രെയിനുകൾക്കും അതുമൂലം സമയം വൈകി ഓടേണ്ട സാഹചര്യവും ഉണ്ടായി. സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ് ചണ്ഡീഗഡിലേക്കുള്ള തിരുവനന്തപുരത്തു നിന്നുള്ള എക്സ്പ്രസ് ഏതാണ്ട് 7 മണിക്കൂറിലധികം വൈകിയാണ് ഇന്നലെ യാത്ര നടത്തിയത്. പൻവേലിൽ ആ ട്രെയിൻ പിടിച്ചിടുകയായിരുന്നു. പിന്നീട് വളരെ വൈകിയ യാത്ര തുടങ്ങി. അതുപോലെ തന്നെ ജാംനഗറിലേക്ക് പോകുന്ന ട്രെയിൻ തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് അത് 5 മണിക്കൂർ വൈകി. കേരളത്തിലേക്ക് വരേണ്ട LTTയിൽ നിന്ന് തുടങ്ങുന്ന ദുരന്തോ എക്സ്പ്രസ്, കൊച്ചുവേളി സൂപ്പർഫാസ്റ്റ് ഇതൊക്കെ തന്നെ മണിക്കൂറുകൾ വൈകിയാണ് ഇന്നലെ യാത്ര തുടങ്ങിയത്. അങ്ങനെ റെയിൽ ഗതാഗതത്തെ കാര്യമായി ബാധിച്ചിരുന്നു. ഹാർബർ സെൻട്രൽ ലൈനുകൾ, ഇവിടുത്തെ സബർബൻ ട്രെയിൻ മുംബൈയുടെ ലൈഫ് ലൈനാണ്, അത് തടസ്സപ്പെട്ടു. പൂർണ്ണമായി തന്നെ അതിൻ്റെ സർവീസ് നിർത്തിവെക്കേണ്ടി വന്നു. രാത്രിയാകുമ്പോഴേക്കും മോണോ റെയിലിൽ ആളുകളുടെ എണ്ണം വളരെയധികം കൂടി, ഓവർ ക്രൗഡിംഗ് ഉണ്ടായി എന്നതാണ് ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പറയുന്നത്. അങ്ങനെ ആകാശപാതയിൽ ഒരു മോണോ റെയിൽ നിന്നു പോകുന്ന അവസ്ഥ പിന്നീട് അവിടെ നിന്ന് സാഹസികമായ രക്ഷാദൗത്യം നമ്മൾ കണ്ടതാണ്. 700-ലധികം വിമാന സർവീസുകളെങ്കിലും അത് വൈകുകയോ അല്ലെങ്കിൽ ആ തരത്തിൽ അതിന് വരുന്നതും പോകുന്നതും വൈകി എന്നതാണ് അതിൻ്റെ ഒരു കണക്ക്. അങ്ങനെ സംസ്ഥാന വ്യാപകമായുള്ള ഒരു ബുദ്ധിമുട്ടാണ്. നാന്ദേഡിലൊക്കെ സ്ഥിതി അതീവ രൂക്ഷമാണ്. അവിടെ സൈന്യത്തിന് തന്നെ രംഗത്തിറങ്ങേണ്ടി വന്നു. ഹാഷ്മി. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് പലയിടങ്ങളിൽ നിന്നും വെള്ളം കുറേശ്ശെ ഇറങ്ങാൻ തുടങ്ങിയത്. അതിനുശേഷം വീണ്ടും അവർ അവിടെ തന്നെ തിരികെ എത്തുന്നു. സാധാരണ പോലെ ജീവിതം തുടരേണ്ട ഒരു അവസ്ഥ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത് 2-3 പ്രാവശ്യം സ്ഥിരമായി ഇത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അന്തേരി വെസ്റ്റിലൊക്കെ വലിയ മഴയാണ് എന്ന് എന്താണ് നേരത്തെ മുമ്പിൽ അതീവ്ര മഴ. ഇന്നും അന്തേരി ഏരിയ എല്ലാം വെള്ളത്തിനടിയിലാണെന്ന് സുഭാഷ് വയൽക്കട പറയുന്നുണ്ട്. തീവണ്ടിയിലുള്ള ദുരിതയാത്രയെ പറ്റി ഒരാൾ മുംബൈയിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു. മുംബൈ അല്ലെങ്കിൽ തന്നെ തിരക്കേറിയ നഗരമാണ്, നമുക്കറിയാം. അവിടുത്തെ യാത്രാ പ്രശ്നങ്ങളൊക്കെ തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ ഈ വെള്ളം വന്നിങ്ങനെ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ ജീവിതം തകരാറിലാകുന്നു, നിത്യജീവിതം വലിയ ബുദ്ധിമുട്ടിലാകുന്നു.